എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ 10ാമത്തെ കഥയാണ്. മൂങ്ങരാജാവായ അരിമർദ്ദനന്റെ ആവശ്യപ്രകാരം മന്ത്രിയായ ദീപ്താക്ഷൻ പറഞ്ഞ കഥയാണിത്. ഒരു നഗരത്തിൽ ധനാഢ്യനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾ വിവാഹം കഴിച്ചത് ആ നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു വ്യാപാരിയുടെ മകളെയായിരുന്നു. എന്നാൽ അവൾക്കാകട്ടെ ഭർത്താവിനെ തീരെ ഇഷ്ടമായിരുന്നില്ല. ദുഃഖിതയായ അവൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. വേണ്ട വിധത്തിൽ വീട് നോക്കുകയോ ഭക്ഷണം ഉണ്ടാക്കുകയോ പോലും ചെയ്തില്ല. ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ കടന്നു വന്ന കള്ളനെ കണ്ട് ഭയന്ന് അവൾ ഭർത്താവിൽ അഭയം പ്രാപിച്ചു. അയാൾ കാര്യം തിരക്കിയപ്പോൾ അവൾ കാര്യം പറയുകയും വ്യാപാരി കള്ളനെ കണ്ടെത്തുകയും ചെയ്തു. വ്യാപാരി സന്തോഷത്തോടെ കള്ളനോട് പറഞ്ഞു, എപ്പോഴും എന്നെ തിരസ്കരിക്കുന്നവൾ ഇപ്പോഴിതാ എന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. നീ എനിക്ക് പ്രിയം ചെയ്തവനാണ്. നിനക്ക് ഇഷ്ടമുള്ള എന്തു വേണമെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിക്കൊള്ളുക. കഥ അവസാനിപ്പിച്ച ദീപ്താക്ഷൻ തുടർന്നു പറഞ്ഞു, ഈ കാക്കയെ മറ്റു കാക്കകൾ ഉപേക്ഷിച്ചതാണ്. ശത്രുക്കളുടെ പദ്ധതികളെല്ലാം ഇവൻ മുഖാന്തരം നമുക്കറിയാൻ സാധിക്കും. ആയതിനാൽ ഇവനെ കൊല്ലരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ദീപ്താക്ഷന്റെ പക്ഷം കേട്ട അരിമർദ്ദനൻ വക്രാസനനോട് അഭിപ്രായം ചോദിച്ചു. വക്രാസനൻ ഉപദേശിച്ചു, ഇവനെ കൊല്ലരുത്. ശത്രുക്കൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത് നമ്മുടെ ഹിതത്തിനായാണ്. കള്ളനും ബ്രഹ്മരക്ഷസും കൂടി ബ്രാഹ്മണന്റെ ജീവനെയും പശുക്കളെയും രക്ഷിച്ച കഥ കേട്ടിട്ടില്ലേ? അരിമർദ്ദനന്റെ ആവശ്യപ്രകാരം വക്രാസനൻ പറഞ്ഞ കള്ളന്റെയും ബ്രഹ്മരക്ഷസിന്റെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ 10ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.